എന്താ പെട്ടെന്ന് എല്ലാവരും ഡ്രസ് ചേഞ്ച് എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ? എന്താ സംഭവം എന്ന് വെച്ചാൽ റോഡെല്ലാം ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ദിനുവായിട്ടും ഞങ്ങൾ മാറി മാറി ഓടിച്ചു. പക്ഷെ എല്ലാവരും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ നൈറ്റ് നടുവിലൊന്ന് റൂം എടുത്ത് എല്ലാവരും സ്റ്റേ ചെയ്തു, ഫ്രഷപ്പായി. രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് ലേറ്റ് ആയി. ഇപ്പോൾ സമയം 11:30 ഞങ്ങൾ വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്, കോത്തഗിരി. ഇതെന്താന്ന് പറയുക, പച്ച സാധനം നമ്മുടെ കപ്പില്ലേ, കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പുതിനയില ഡിപ്പ് ചെയ്തെടുക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വതവേ എനിക്ക് പുതിനയില ഇഷ്ടേ അല്ല, പക്ഷെ നല്ല ഉണ്ടായിരുന്നു. ഇത് പട്ടാണിക്കടല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ടീ സ്പോട്ടിൽ എത്തിയിട്ടോ. ഇത് കടമ്പ അല്ലേ? കടമ്പ വെജ് റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് ടീ കുടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. മധുരം കുറവാന്നും പറഞ്ഞിട്ട് കോരി ഇടുന്ന നാട്ടിൽ കാണുന്നത്. ഇതാണ്ടി താറ് മൈക്കിന്റെ പറഞ്ഞത്. ഭയങ്കര വെയില്. ഇനി 1 അവറിൽ അടുത്ത ടീക്ക് വേണ്ടി ഞങ്ങൾ നിർത്തുന്നതായിരിക്കും. ഇനി നേരെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഞാൻ കാണിക്കാട്ടോ. ഇവിടെ കൊറേ കുട്ടിമക്കളുടെ ടോയ്സ് ഉണ്ട് കേട്ടോ. ഇത് ആന്റിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ദിനവും കഴിക്കും. എന്തെല്ലാം ഇല്ലേ സ്വീറ്റ്. സിമ്പിൾ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണ്. അതിൻ്റെ എൻട്രി ടോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ എക്സിറ്റ് ടോള് വരുന്നത് ഞാൻ കാണിക്കാം. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് ഹൈവേ ആട്ടോ. 117 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. ഇതുണ്ട് ഈ എക്സ്പ്രസ് ഹൈവേയുടെ 2 സൈഡിലും ഉണ്ടല്ലോ വലിയ വലിയ പാറകൾ. ഇത് നോക്കി ഇതിൻ്റെ സൈസ്. ഇത് ഒന്നും മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടല്ലോ. ഇതുണ്ട് ഇവിടെ ഒരെണ്ണം. ഇതിൻ്റെ വലിപ്പം കണ്ട് എന്ത് വലുതാന്ന്. അതും ഭയങ്കര ഇത് ലെങ്ത് ആയിട്ട് ഇതാ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ ഒരു മുന്നിൽ ഒരെണ്ണം വലിയത് വരുത്. ഇതാ റൈറ്റ് സൈഡ് കണ്ടോ. ഇങ്ങനെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ ഇങ്ങനത്തെ പാറകൾ കുറേ കാണാൻ പറ്റും. നല്ല രസമായിട്ടോ ഇത് കാണാൻ. അങ്ങനെ ഞങ്ങളടുത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ പാകശാല. ഞങ്ങളധികവും പാകശാലയുടെ ബ്രാഞ്ചുകളിൽ നിർത്താറുണ്ട്. ഇത് നല്ല ഫുഡാട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അധികം റഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അധികം നല്ല റഷേ ഇല്ലായിരുന്നു. നോക്കി എല്ലാ ടേബിളും കാലിയായിരുന്നു. ഒരു ഊട്ടാണ് ധനു അങ്കിള്.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഭൂരിഭാഗവും നമ്മളെന്നല്ല, ഞാൻ ഇതുവരെ കേൾക്കാത്തയും കാണാത്തയായിരുന്നു. അപ്പം അങ്ങനെ അങ്കിൾ ഓരോന്ന് ഓർഡർ ചെയ്യായിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. നേരത്തെ വാങ്ങിയ വീടില്ലേ, അതവരിപ്പോ ഫുഡ് കഴിച്ചിട്ട് വേണം പോലും അത് കഴിക്കാൻ. അപ്പൊ നല്ല ദഹനം ശരിക്കും ആവും ആന്റി പറഞ്ഞു. അപ്പൊ അവരെ കഴിക്കും. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇതാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേരെ എക്സിറ്റ് ടോളാണ് കേട്ടോ ഇത്. ഇപ്പൊ കറക്റ്റ് 117 കിലോമീറ്റർ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ ടോള് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് സൈഡ് ആക്കിയതാട്ടോ. ഇവിടെ നാഷണൽ ഹൈവേരെ ഒരു ടീ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിൾ അവിടുന്ന് ടീ കുടിച്ചിട്ട് നടന്നു വരുന്നതാട്ടി കാണുന്നത്. ഈ കാറിന്റെ ടയർ പോലെ കാണുന്നില്ലേ, ഇത് പൈന കാർ മ്യൂസിയം മൈസൂരാണ് കേട്ടോ. ഇതിന്റെ അകത്ത് 69 വെഹിക്കിൾസിന്റെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യണമെങ്കിൽ പാസ് എടുക്കണം. മോർണിംഗ് 9 to നൈറ്റ് 8 o'clock വരെയാണ് ഇതിൻ്റെ അകത്ത് എൻട്രി ടൈം. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ മൈസൂരൊക്കെ എൻട്രി ആവുകയാണ് കേട്ടോ. മൈസൂർ ഇങ്ങനെ കണ്ടോ, നമ്മുടെ 2 റോഡ് സൈഡിലും ഇങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ കാണാം കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൈസൂർ. ഇത് മൈസൂരിലെ സെന്റ് ഫിലോമിന കത്തീഡ്രൽ ചർച്ചാണ് കേട്ടോ. നമുക്ക് എന്ത് വലുതാന്ന് അറിയോ, ലെങ്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഭയങ്കര വലുതാണ്. ക്യാമറയിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ ലെങ്ത് കംപ്ലീറ്റ് കവർ ആവുന്നില്ല. ഞാൻ ഫ്രണ്ടിൽ നിന്നും കൂടെ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, മൈസൂർ ഭയങ്കര ട്രാഫിക് കേട്ടോ. നോക്കിയാൽ നമ്മുടെ വണ്ടി നടുക്കാൻ നിൽക്കണേ, ചുറ്റും വണ്ടിയാ, 2 ലൈനല്ല, നിറച്ചിങ്ങനെ ചുറ്റും വണ്ടിയാ. അങ്ങനെ സൈഡിൽ ഒരു ഏച്ചി മാങ്ങ വെക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാട്ടോ. കാണാൻ നോക്കി ഇതിങ്ങനെ മഞ്ഞ കളറ്, പക്ഷെ ഇത് പഴുത്തതല്ല കേട്ടോ, പച്ച മാങ്ങയാ. പുളിയുടെ ഒരു അംശമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതിന് ആ മുളകും ഉപ്പും കൂടി ഇട്ടപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടീ കുടിക്കാൻ നിർത്തി കേട്ടോ. മല്ലേശ്വരം കഫേലാണ് നിർത്തിയത്. ഞാൻ കുടിക്കില്ല, അങ്കിളും ആൻറ്റിയും ഏട്ടനും കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ മാങ്ങ എടുത്തിട്ട് തന്നെ പുറത്ത് വന്നു. ഇവരുടെ കൂടെ മാങ്ങ തിന്നിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതാട്ടേ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് നോക്കി, റോഡിന്റെ 2 സൈഡ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ സൂര്യകാന്തിയുടെ തോട്ടം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഫസ്റ്റ് നിർത്താതെ അങ്ങ് പോയി, പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊന്ന് സൈഡ് ആക്കിയതാട്ടോ. എന്ത് രസമെന്നറിയാം കാണാൻ, നിറച്ചുണ്ട് 2 സൈഡും. കേൾക്കൂല, മൈക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ് വന്നോണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു 2 സൈഡും. ഇങ്ങോട്ട് കുറേ പേരിങ്ങനെ ഇറങ്ങുന്നുണ്ട്. നോക്ക്, അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് എൻട്രി ആയിട്ട് നമ്മൾ ഒരു 1 month മുന്നേ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അനിമലിനെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ, നമ്മുടെ അരിമണിയൊക്കെ വെതറൂലേ, അതുപോലെയാണ് മാൻ. നമ്മൾ പുള്ളിമാനില്ലാത്ത ഒരുപാട് കണ്ടിരുന്നു. ഞാൻ നിങ്ങളെ കണ്ടിന്യൂസ് എടുത്ത് ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു, എന്നാലും കാണുമ്പോൾ ഞാൻ എടുത്തായിരുന്നു. ഒന്ന് നോക്ക്, ദൂരാന്നറിയോ, ഒരുപാട് കാണാൻ പറ്റും ഇപ്രാവശ്യം. പിന്നെ മയില്, ആന.
അങ്ങനെ ബന്ദിപ്പൂർ ഉണ്ടായി നമ്മുടെ മധുമല ടൈഗർ റിസർവിലേക്ക് നമ്മൾ എൻട്രി ആവുകയാണ് കേട്ടോ. കുറേ കുരങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. നമ്മള് ബന്ദിപ്പൂർ കണ്ട പോലെ തന്നെ ഒരുപാട് പുള്ളിമാനൊക്കെ കാണാൻ വേണ്ടി പറ്റി. പക്ഷെ എലിഫന്റ് അങ്ങനെയൊന്നും കണ്ടില്ല. അത് പിന്നെ രാത്രി ആവാൻ തുടങ്ങിയിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ റൂട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ്സിനുകുടി വഴി ഊട്ടിയില്ലേ, ആ റൂട്ടാണ് കേട്ടോ ഇത്. രാത്രി ആയതുകൊണ്ട് ആ ബ്യൂട്ടി ഒന്നും അത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ റൂട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ പുള്ളിമാൻ ഇതാ ക്രോസ് ചെയ്ത് പോകുന്നപ്പോൾ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. ഒരെണ്ണം മാത്രം ഒറ്റപ്പെട്ടു പോയി. അതൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നിന്ന് കൊടുത്തു, പക്ഷെ എന്തോ പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല, അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മളും അങ്ങ് വിട്ടു. കണ്ടോ, ആ വരുന്ന ഒരെണ്ണം കണ്ടോ, അത് മാത്രം ക്രോസ് ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പതിയെ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടി എത്തി കേട്ടോ. ഇത് ഊട്ടി മെഡിക്കൽ കോളേജാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഭയങ്കര വലുതാണ്, ഫുള്ള് ലൈറ്റിലിട്ടുണ്ടല്ലോ, ഒരു ഏരിയ ഫുള്ളുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. അയ്യോ, കോലെല്ലാം നോക്കൊരു മാതിരിയായി. അപ്പൊ നമ്മൾ കോത്തഗിരി എത്താനായി. ഇനിയൊരു 5 കിലോമീറ്റർ കൂടെ. അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല, തണുത്തിട്ട്. എല്ലാരും പുറത്തിറങ്ങിയിട്ടുള്ള, എന്നെ കൊണ്ട് പറ്റണില്ല തണുപ്പ്. പിന്നെ ഒരു 5 കിലോമീറ്ററിൽ എത്തും. അപ്പോൾ അവിടുത്തെ റിസോർട്ടിലെ വിശേഷങ്ങളും കോത്തഗിരിയിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ചാച്ച ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ കാണാൻ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം.